ഹലോ. സ്കിന്നിലെ ടാനൊക്കെ മാറി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഫേസ് പാക്കായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. സ്കിന്ന് ബ്രൈറ്റ് ആവുമെന്ന് ഉദ്ദേശിക്കുന്നത് വെളുത്ത് പാറുന്നതല്ല കേട്ടോ, വെളുത്ത് പാറുന്ന പാക്കല്ല. സ്കിന്ന് നിങ്ങളുടെ ഒറിജിനൽ കളർ എന്താണോ അത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു കോസ്മെറ്റോളജിസ്റ്റിനെയോ ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ ഒന്ന് പോയി കണ്ട് സ്കിൻ അനലൈസ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കി അവർ നിങ്ങൾക്ക് പെട്ടെന്ന് വെളുക്കാനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരും. സോ ഇങ്ങനത്തെ നാച്ചുറൽ പാക്ക് അങ്ങനെ പെട്ടെന്ന് വെളുക്കണമല്ല, സമയമെടുക്കും. ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും നിങ്ങൾ സമയം കൊടുക്കണം. അപ്പം ഞാനാണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഒരു മാസം ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് പറയാറുള്ളൂ, വെറുതെ പറയത്തില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ കൊളാബും പ്രൊമോഷനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ആ പ്രൊഡക്റ്റ് ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് റിസൾട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസമായെങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഞാനത് കാണിച്ചു തരാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു പാക്ക് കുറേ വർഷമായിട്ട് ഉപയോഗിക്കണം. അമ്മയാണ് എനിക്കിത് കൊണ്ടു തന്നെന്ന് തോന്നുന്നു, 10th കണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വർഷം ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ടുള്ള പാക്കാണ്. എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്, നല്ല സെൻസിറ്റീവാണ് കേട്ടോ, പെട്ടെന്ന് ടാൻ അടിക്കും. അപ്പോൾ കയ്യിലും മുഖത്തും കഴുത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നാച്ചുറലാണ്, പേടിക്കേണ്ട, ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ഇത് ആയുർവേദ കടയിൽ ഇതിൻ്റെ പ്യൂറായിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് മേടിക്കുക, അതില്ലാത്തവർ ഇത് മേടിക്കുക. ഈ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, ഈ ഒരു സാധനം തന്നെ ആയാൽ മതി കേട്ടോ. പിന്നെ 5 മിനിറ്റ് വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കണ്ട. അതാണ് ടൈം, ഒരുപാടൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. എന്നിട്ട് ഡ്രൈ ആയിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയാം. തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കണം. പിന്നെ മൈഗ്രെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കേണ്ട, അത് കൂടും. ഒരു വാം വാട്ടർ ഉപയോഗിച്ചാൽ മതി. അല്ലാത്തൊരു തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് മുഖം കഴുകിക്കളയാം. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഇത് നമ്മുടെ ബഞ്ചാറാസിൻ്റെ മുൾട്ടാനിമിറ്റിയാണ്. ബഞ്ചാറാസിൻ്റെ സാൻഡൽ മുൾട്ടാനിമിറ്റിയാണ് കേട്ടോ. പല മുൾട്ടാനിമിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ സാൻഡൽ തന്നെ മേടിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുൾട്ടാനിമിറ്റിയുടെ ആ ഒരു മഡാണ് കേട്ടോ, ഇതൊരു ക്ലേ ആണിത്. ആ ഒരു ക്ലേയും പിന്നെ അതും ആയുർവേദ കടയിൽ കിട്ടും. പിന്നെ സാൻഡലിൻ്റെ ഒരു കട്ടയിൽ അരച്ചിട്ട് നമ്മൾ തേക്കണ നല്ല മണമുള്ള ആ സാൻഡൽ, വൈറ്റ് സാൻഡൽ, അതും പേസ്റ്റ് ആക്കുക. റോസ് വാട്ടർ അത് മിക്സ് ചെയ്തിട്ട് മുഖത്തിട്ട്. അല്ലാത്തവർ ഈ ഒരു ബഞ്ചാറാസിൻ്റെ സാൻഡൽ മേടിച്ചിട്ട് മുഖത്തിട്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.